ഗൈസ്, വെൽക്കം ബാക്ക് ടു അഹാങ് പവി ചാനൽ. നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. മാങ്ങ ചതക്കാനാണ് ഈ പോകുന്നത്. ഇവിടെ അലക്കലിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഇടവഴിയാണ്, എന്നാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉപ്പുണ്ട്, മുളക്, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ അടിക്കാനുള്ള ഡ്രസ്സ് ഉണ്ട്, പിന്നെ മാങ്ങയുണ്ട്, പിന്നെ കത്തിയുമുണ്ട്. ഗൈസ്, നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മാങ്ങ ഒന്ന് വരയണം, പിന്നെ ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതാണ് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. പർവീസിൻ്റെ ഇതിലേക്ക് നമ്മൾ ക്യാമറ മൈക്ക് കൊടുക്കുന്നത്. ഇവിടെ മാങ്ങ വരയാൻ പോണേണ്. അതെടുത്ത് കളഞ്ഞു. ഇടിച്ച മാങ്ങ വരുന്നോണ്ടിരിക്കുകയാണ്. ഇടിച്ച മാങ്ങ ഉണ്ടാക്കണം അങ്ങനെയാണ്. എല്ലായിടത്തും വരുന്നു. എന്നിട്ട് ഉള്ളിലോട്ട് നല്ലോണം പതപ്പിച്ചെടുക്കുക. മിച്ചപ്പം തിന്നു. പുളിയുണ്ട എല്ലാം വരഞ്ഞിട്ട് ഉള്ളിലും കൂടെ അങ്ങോട്ട് വരണം. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഇതിനു മുന്നൊന്നും ചെയ്തിട്ടില്ല. ഇതേപോലെ പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതല്ലാണ്ട് എന്താ വീഡിയോയിലൊന്നും ചെയ്തിട്ടില്ല അല്ലേ? അതെ. എല്ലാ സൈഡിലും വരഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കണ പോലെ ഇച്ചിരി വെറൈറ്റി ആണിത്. മസാല പിടിക്കാണ് അങ്ങനെയൊന്നും ചത്തു. നീ ആ വരഞ്ഞേക്കണ സ്ഥലത്തൊക്കെ നന്നായിട്ട് ഉള്ളിലോട്ട് വരയ്ക്കും. എല്ലാ സ്ഥലത്തേക്കും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇൻഗ്രീഡിയൻസ് ചേർക്കണം. അതൊക്കെ പൊളിച്ചെടുക്കണ്ട. അങ്ങനെയൊന്നുമല്ല. വെയിറ്റ് ഇപ്പൊ വരാം. നമ്മ ഇപ്പൊ ചെയ്യാൻ പോണേ. ഞാനും അങ്ങോട്ട് പോണേ. ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തിന്നായിരുന്നല്ല, അപ്പൊ ഇതേ പർവീസ് ഒരു തിന്നാണ്. അങ്ങനല്ലേ പർവീസ് ആയിരിക്കും അമ്മ. പർവീസ് ഭയങ്കര വ്യക്തതയോടെ അരിയുന്നുണ്ട്. പർവീസ് ഒന്ന് ഇടയിൽ നല്ലോണം തുളയിട്ട് കൊടുക്കണ. മസാല കയറൂല. ഞാൻ ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര കാറ്റ്. ബാക്ക് സൈഡ് ആ സൈഡ് പുഴയാണല്ലോ, അതുകൊണ്ട് നല്ല കാറ്റുണ്ട്. നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ വരയാണെന്നൊരു പിടിയില്ല. പീസ് നമുക്ക് എന്തായാലും ഒന്ന് എടുക്കാൻ നോക്കാം. ചോദിച്ചാൽ ആ ഭാഗമൊക്കെ നല്ല രീതിക്ക് വരും. പോട്ടെ, എല്ലാം ബാക്കി മസാല വെക്കാം. നമുക്ക് അപ്പൊ മസാല മിക്സ് ചെയ്യണം. വെയിറ്റ് മൊത്തം ഇടണ്ട. ഇത്രയും മുളകും വേണ്ടല്ലോ. കുഴപ്പമില്ല, അത് കുറവാണ്. മുളക് ഫുള്ള് വേണ്ട. ഇനി വേണം. അത് മൊത്തം മതി. വെളിച്ചെണ്ണ വെച്ചിട്ട് കുലിക്കണ്ട. ഇത് സർബത്തല്ല.
സോഡ വെളിച്ചെണ്ണ സർബത്താണ് ഗൈസ്. അധികം വയ്ക്കരുത്, ഇച്ചിരി വയ്ക്കും, എന്നിട്ട് നമുക്ക് കുഴച്ചിട്ട് നോക്കാം. മതി 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 ഗൈസ്, കൂടിപ്പോയോന്നൊരു ഡൗട്ട്. നല്ല കുഴമ്പ് പരിവാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ എന്തായാലും. മതി മതി കൊടുത്ത് കുഴമ്പ് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാൻ പോണേ. എന്തായാലും ഇത് പൊളിഞ്ഞോണ്ടാണ് ഫുള്ള് നമ്മളിവിടെ പെരട്ടിയിട്ടുണ്ട്. ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. ഒരു കത്തി ഒരു ഐഡിയ ഉണ്ട്. എന്തായാലും നമ്മള് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ചെറുതായിട്ട് കയറി ചെയ്തോളും കേസ്. അതെ ആയില്ലെങ്കിൽ നമ്മ ഇതങ്ങോട്ട് ഇട്ടിട്ട് നമ്മ പൊളിച്ച് തിന്നും അല്ലേ? അതൊക്കെ അത്ര ഉള്ളു. കയ്യണ്ട എന്റെ കൈ നോക്കിയേ. എനിക്ക് വെയിറ്റ് ചെയ്യടാ, ഇത് ഇവിടെ വെച്ചിട്ട് ചെയ്യണല്ലോ. അതിനുള്ളിൽ കയറും. അപ്പൊ നമ്മളിത് മിക്സഡ് ആക്കിയിട്ട് ഗൈസ് കണ്ട ഇങ്ങനെ ആക്കിയിട്ട് തന്നെ നമ്മളിപ്പം പറ്റണം. പക്ഷെ എരിവില്ല എന്തോരം മുളക് കൊഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഇത്ര ഒഴിച്ചിട്ടില്ല, എന്തായാലും ഒഴിക്കാം. യെസ് പിന്നെ നമ്മളൊരു വേറൊരു ഐറ്റം കൂടി നമുക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും ഇത് ചതച്ചിട്ട് ഉള്ളില് അത് ആ ബാക്കിയുള്ളതും കൂടി ഒഴിക്കാം ഗൈസ്. നല്ല വെള്ള തുണി ഫസ്റ്റ് നിറ്റു അടിച്ചിട്ട് ഞാൻ അടിക്കും. അടിച്ചോ അതന്നാ ഇവിടെ ഇത്തിരി ഇതേ വെള്ളം ഉണ്ട്. മാങ്ങ കരയാൻ തുടങ്ങി. നല്ല മണം. മാങ്ങയൊക്കെ തിരിച്ച് ഇത് പൊടിയായി മാങ്ങ റെഡി ആയിട്ടുണ്ടോ? നമ്മള് പിന്നെ പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അത് നമ്മ ഒഴിക്കാം. പർവീസ് കൈ മാറ്റി ഫുള്ളായിട്ട് പഠിച്ചിട്ടേക്കട്ടെ. നമുക്ക് എന്നിട്ട് ഒന്നും കൂടെ അടിക്കാം. നമ്മളിത് എന്റെ ഇഷ്ടം പോലെ ഉണ്ട്. ആ സൈഡ് ഫുൾ അടച്ചു. നിക്ക് ഈ സൈഡില് ഒരെണ്ണുണ്ട്. സൈഡൊക്കെ കൂട്ടി നിക്കട്ടോ. എന്തായാലും നമ്മള് ഒരെണ്ണം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഗേസ്. ഇങ്ങനെ വെച്ചിട്ട് തൊട്ട് മേളിൽ പിടിച്ചിട്ടുണ്ട്. സൈഡെല്ലാം പിടിച്ചിട്ടോ അടിക്കണേ കേട്ടോ. ഗൈസ് എന്റെ കയ്യിൽ നിന്നൊക്കെ ഇപ്പൊ പോവട്ടെ ഫുള്ളും ഈ തുണിയിലാക്കി വെച്ച്. പിന്നെ നമ്മള് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ അടിക്കണം. യെസ് പിന്നെ ഒരു കാര്യം എന്താ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ക്ലീൻ ആക്കിയ നമുക്ക്, പക്ഷെ നമ്മള് ഒന്ന് അടിച്ചിട്ട് കാണിച്ചു തരുന്നതായിരിക്കുള്ളൂ. ഗൈസ് നമ്മളിത് പക്ഷെ ആയിട്ടില്ല ഗൈസ്. അത് മതി. നമ്മളിത് വീട്ടിൽ ചെന്നിട്ട് അരിയോട് തിന്നണത്. അപ്പൊ നമുക്ക് ഇത്തിരി കൂടി മുളകിടാം. ഇതൊക്കെ ക്ലീൻ ആക്കി സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്.
ഗൈസ് പിന്നെ ഇത് പിന്നെ guys, ഈ വെളിച്ചെണ്ണ കൈ പുകയാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യൂലേ? ഇത്തിരി ആക്കിയിട്ടുണ്ട്. ഗൈസ് നമ്മളപ്പോ അതെ നല്ല രീതിക്ക് മസാല ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ലുക്കിൽ വന്നേക്കണത് മുളകമ്പത്തിയുടെ ലുക്കാണ്. അതെ ഒരു കുഴമ്പ് വരികത്തില് എടുത്ത് അടിച്ചില്ലാണ്ടായി കളഞ്ഞ നമ്മള്. വീഡിയോ കാണാത്തുള്ളൂ അല്ലേ? കണ്ണീന്ന് വെച്ചാനിപ്പേ ഞാന് മാങ്ങയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു തുള്ളി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ബോറാവും. അത് മസാല പോവും. അവിടെ മസാല പോവും. കറക്റ്റായിട്ട് ഇരിക്കുകയാണ്. നല്ല ചുമന്ന കളറുണ്ട്. ഗൈസ് നമുക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കണോ വേണ്ടിയെന്ന് ആലോചിക്കും. വോട്ട് ചെയ്യാൻ പോകുന്ന എന്റെ വീഡിയോ ഇരിക്കുള്ളൂ. ഇന്ന് വൈകുന്നേരം എടുക്കാൻ പോണത്. അപ്പൊ അവിടെ അപ്പം കാണുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ വീഡിയോയിൽ ഇൻസ് ഇല്ലാത്തതിന്റെ കുറവ് വല്ലതും ഉണ്ടോ? സത്യം പറഞ്ഞ ഒരു ഇതില്ല ഒരു എന്തോ പോലെ ഇൻസി ഇല്ലാന്നിട്ട് പിന്നെ സ്വന്തമായിട്ട് പോരാട്ടാ. ഇൻസ് വന്നോന്നൊരു ഡൗട്ട്. വീഡിയോ എടുത്തോണ്ടിരിക്കും വാങ്ങണ്ടേ ഗൈസ്. ഉമ്മീൻസും വന്നിട്ടുണ്ട്. ഉമ്മീനെ കാണിച്ചു തരാം. ഇതെന്താണ്? ഉമ്മിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാട്ടെ. ഉമ്മേ ഒരെണ്ണം കഴിച്ചു നോക്കിയിട്ട് പറ. ഇടിച്ച വാങ്ങി എങ്ങനെയുണ്ടെന്ന് പുളിയുണ്ടോ? സൂപ്പർ. ഉമ്മി സൂപ്പർ എന്ന് പറയണ്ടേ. ഒരാള് വന്നിട്ട് കൊള്ളാന്നൊക്കെ പറയുന്നു. നിങ്ങൾക്ക് എന്താ പറയാ? സ്വന്തമായിട്ട് ഉണ്ടായി കഴിക്കുമ്പോ അതിൻ്റെതായ ടേസ്റ്റ് അല്ലാതെ പൊളി. നിച്ചുവിന്റെ അമ്മേനെ വൈകുന്നേരം കാണിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.